ഹായ് ഹലോ, നമുക്കിതൊരു അച്ചാറിടാം. പനിയാണ്, എൻ്റെ ശബ്ദമൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഇന്നലെ അരിഞ്ഞ് വെച്ച മാങ്ങ അതിനകത്തുനിന്ന് വെള്ളം ഊറി വന്നത് നമ്മൾ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് കടുക് പൊടിച്ച് വെച്ചേക്കുന്നു. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ജീരകം, ചെറുജീരകം, പെരുംജീരകം, ഉപ്പ് എല്ലാം ചൂടാക്കി പൊടിച്ച് വെച്ചേക്കുക. ഇത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കായം ഇതെല്ലാം എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കറിവേപ്പിലയും കൊണ്ട് മൂപ്പിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് വെച്ചേക്കും. നല്ലെണ്ണ ചൂടാക്കി വെച്ചേക്കുന്നു. നമുക്ക് അച്ചാറിടാം. പിന്നെ വേണ്ട മാങ്ങ ഏതൊക്കെ രീതിയിലാണ് ശേഖരിച്ച് വെച്ചേക്കുന്നത് അറിയാമോ? ഇത് ഫ്രിഡ്ജ് വെച്ചിരുന്നത് ഞാൻ പിന്നെ എടുത്ത് പുറത്തോട്ട് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണ്ടത് സൂക്ഷിച്ച് വെച്ചേക്കാം. ഉപ്പിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കാം. അത് നമുക്ക് അച്ചാറിനായിട്ട് എടുക്കാം. ഇത് നമുക്ക് മീൻകറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതെല്ലാം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ്. പിന്നെ അവിടെ വെള്ളത്തിലിട്ട മാങ്ങ ഇരിക്കുന്നതാണ്. അതങ്ങനെ ഇരിക്കുക, ആ നാട്ടുമാങ്ങ വെള്ളത്തിലിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ പാവിക്കാം. അതിന് നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ മാങ്ങയെ നൂറ്റിയ വെള്ളമില്ലേ അതിങ്ങനെ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, കായം, കറിവേപ്പില ഇതെല്ലാം കൂടെ ചെറുതായിട്ട് എണ്ണയെ മൂപ്പിച്ചത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മാങ്ങയ്ക്കൊട്ടും വെള്ളം നനവില്ലാതിരിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ മാങ്ങയിൽ നിന്ന് 100 വെള്ളമാണ്. മാങ്ങ ഉപ്പിട്ട് ഇതിൽ വെച്ചിരുന്നേ. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് തിളക്കട്ടെ. അതിലേക്ക് നമ്മൾ മാങ്ങയൊക്കെ തുപ്പി ചേർത്ത് നന്നായി ഇച്ചിരി ഉപ്പ് ചൂടാക്കി വെച്ചേക്ക്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഉലുവായി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചേക്കുക. അതിലേക്ക് ചേർക്കാം. അതങ്ങനെ ഉടനെ പെട്ടെന്നൊന്നും കേടാവത്തില്ല. ഒരു 6-7 മാസം അല്ല നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ താരം കടുക് പൊടിച്ചതാണ്. കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് പൊടിച്ച് വെച്ചില്ലെങ്കിൽ കറിവേപ്പിലൊക്കെ തള്ള വെള്ളം നനവൊക്കെ കൊണ്ട് പെട്ടെന്ന് ചീത്തയാവും. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചത് അത് പെട്ടെന്നൊന്നും കേടാകത്തില്ല. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വെച്ചേക്കുക. അതൊന്ന് തൂവി കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മാങ്ങ തട്ടിയിട്ട് കൊടുക്കാം. മാങ്ങയ്ക്കകത്ത് വെള്ളമാണ് ഇച്ചിരി വീണത്. നമുക്കിത് കൂട്ടി കൊടുക്കാം. മാങ്ങയൊക്കെ ഇപ്പം തീരാറായിട്ടുണ്ട്. അന്നേരം അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ചൊക്കെ അച്ചാറ് ചിലവാക്കുള്ളൂ. എന്നാലും ഇത് ഇച്ചിരി വെച്ചിട്ട് 4 വരുമ്പോൾ നമുക്ക് കൂടുതലെടുക്കാം. ഇത് ഉച്ചയ്ക്ക് നമുക്ക് തോന്നുവാണെങ്കിൽ ഇച്ചിരി എടുക്കാം. പിന്നെ മാങ്ങ ശേഖരിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭാവിയിലൂടെ ഉപകാരപ്പെടുമല്ലോ. അവിടെ നല്ലെണ്ണ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുക.
എല്ലാം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡാക്കി എടുക്കാം. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ എടുക്കാം. നമുക്ക് നല്ലെണ്ണ ബാക്കിയോടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അച്ചാർ റെഡിയായി. ഇത് നമുക്കൊന്ന് തണുപ്പ് വരാൻ ഇപ്പോൾ ചൂടാക്കിയതിൻ്റെ ഒക്കെ ഒരു ചൂടേ ഉള്ളു. അതൊന്ന് തണുത്തൊരു എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് കോരി നമ്മളെ കുപ്പിയുടെ ടിന്നുകളുണ്ടല്ലോ, കുപ്പി ഭരണികൾ, അതിനകത്താക്കി വെക്കണം. പ്ലാസ്റ്റിക്കിനകത്ത് വെക്കേണ്ടതെന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള ആണെങ്കിൽ പ്ലാസ്റ്റിക്കിനകത്ത് വെക്കാം. അങ്ങനെ അച്ചാർ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേണ്ട സപ്പോർട്ടുകളെല്ലാം നിങ്ങളിൽ നിന്ന് എനിക്ക് വേണം.